CPIM-ലെ വനിതാ നേതാവ് KJ ഷൈനെ തേജോവധം ചെയ്യും വിധമുള്ള കുപ്രചാരണങ്ങളാണ് ഈ സമയത്ത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളിലാണ് KJ ഷൈനെ എതിരായ സദാചാര ഗുണ്ടായിസം. അതിഹീനമാണ് ഭാഷ. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കെ തന്നെ ന്യൂസ് മലയാളത്തിന്റെ യൂട്യൂബ് ലൈവ് ഫീഡിന് താഴെ ഇക്കൂട്ടരെ കാണാം. ഇത് പടച്ചുവിടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ പോരാളികളാണെന്നാണ് CPIM-ന്റെ ആരോപണം. അപവാദ പ്രചാരണത്തിനെതിരെ KJ ഷൈൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിയമസഹായവും രാഷ്ട്രീയ സംരക്ഷണവും നൽകാൻ CPIM അടിയന്തര യോഗം കൂടി തീരുമാനിക്കുകയും ചെയ്തു. ആദ്യം RDX റാപ്പ് കാണാം. പേരും ചിത്രവും ഉപയോഗിച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കാണിച്ച് മുഖ്യമന്ത്രി, DGP, വനിതാ കമ്മീഷൻ എന്നിവർക്കാണ് KJ ഷൈൻ പരാതി നൽകിയത്. സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകളടക്കം തെളിവായി നൽകിയാണ് പരാതി. പൊതുപ്രവർത്തക എന്ന നിലയിൽ കോളേജ് കാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് താൻ. രാഷ്ട്രീയ പ്രവർത്തക, ജനപ്രതിനിധി, അധ്യാപക സംഘടനാ നേതാവ് എന്നീ തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തന്നെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യക്തിപരമായും കുടുംബപരമായും തേജോവധം ചെയ്യുന്ന തരം കുപ്രചാരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുകയാണ്. ഇന്നൊരു പത്രവും ഈ വ്യാജ പ്രചാരണം ഏറ്റെടുത്തു. രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുകയാണ് അപവാദ പ്രചാരണത്തിന് പിന്നിലെ ലക്ഷ്യം. നെറുകെട്ട ജീർണതയുടെ ഭീരുത്വത്തിന്റെ ഈ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. പൊതുപ്രവർത്തനത്തിനിറങ്ങുന്ന സ്ത്രീകൾക്കെതിരെ കുപ്രചാരണം നടത്തുന്നവർ വികൃത മനസ്സുള്ളവരാണെന്നും അവരെ കേരള സമൂഹം പരാജയപ്പെടുത്തുമെന്നും ടീച്ചർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. KJ ഷൈന്റെ പരാതി CPIM ഏറ്റെടുത്തു. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പറവൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ അടിയന്തരമായി ചേർന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി S സതീഷ് അടക്കം പങ്കെടുത്തു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഷൈൻ ടീച്ചർക്കെതിരായ വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നും ശൂന്യതയിൽ നിന്നും കോൺഗ്രസ് വ്യാജ ആരോപണങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും CPIM ജില്ലാ സെക്രട്ടറി S സതീഷ് പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നതോടുകൂടി കേരളത്തിൻ്റെ കോൺഗ്രസ് എത്രമാത്രം ജീർണതയിൽ അധംപതിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ അവർ ചെന്ന് വീണ ജീർണത മറച്ചു വയ്ക്കാൻ CPM-നെയും CPM-ന്റെ ജനപ്രതിനിധികളെയും നേതാക്കന്മാരെയും കരിവാരി തേക്കാം എന്നുള്ള സമീപനമായിട്ടാണ് ഇപ്പോൾ ഈ പ്രചാരവേലകൾ അറിയുന്നത്. ഇപ്പോൾ ശൂന്യതയിൽ നിന്ന് വ്യാജമായ കാര്യങ്ങൾ നിർമ്മിച്ചെടുത്ത് ഇങ്ങനെ രാഷ്ട്രീയമായി ആക്രമിക്കുക എന്ന പദ്ധതി ഇപ്പോൾ ഈ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയക്കകത്ത് കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ളൊരു രീതിയാണ്. KJ ഷൈനെതിരായ സദാചാര ആക്രമണം കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് CPIM നീക്കമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു. ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കോൺഗ്രസിൻ്റെ തലയിൽ കെട്ടിവയ്ക്കുക? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ജീർണതയാണ് ഇതെല്ലാം എന്ന് എങ്ങനെയാണ് ഒരു CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്ക് പറയാൻ കഴിയുക? കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പേജുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ മറ്റുള്ള ആളുകളോ പ്രചരിപ്പിച്ച ഒന്നല്ല. അതാണ്, അതിനകത്ത് മറ്റു വിവരങ്ങളില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഹർഷൻ, ഇത് ശ്രീ മുഹമ്മദ് ഷിയാസ് ഇതിനെ തള്ളിക്കളഞ്ഞത് കോൺഗ്രസ് പാർട്ടി അല്ല ഇതിന് പിന്നിലെന്ന് പറഞ്ഞത് സത്യത്തിൽ ആശ്വാസകരമാണ്. നമുക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ഷൈൻ ടീച്ചർക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിന് ആകെ ആശ്വാസകരമാണ്. ഇത് പാർട്ടി എന്ന നിലയ്ക്ക് ഇതിന് പിന്നിലില്ല എന്ന് പറയുന്നത് ഏതോ രോഗാതുര മനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം തള്ളിക്കളഞ്ഞത് ആശ്വാസകരമായി. അങ്ങനെ കാണണം അതല്ലേ? തീർച്ചയായും. ഇതിനകത്ത് ഇപ്പോൾ ഈ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള KM ഉണ്ണികൃഷ്ണൻ MLA-യുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഇത്തരം തോന്നിയാസം ആദ്യം എഴുതി തുടങ്ങിയിരിക്കുന്നത് CK ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിയിൽ എന്ന മേൽവിലാസമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ്. ഏതോ ഒരാൾ, അയാളുടെ മേൽവിലാസം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരാൾ, മുഖമില്ലാത്ത ഒരു ID, ആ ID ഇങ്ങനെ ഒരു സാധനം എഴുതുന്നു. അത് KM ഷാജഹാൻ, അപ്പോൾ അത് ഈ KM ഷാജഹാനെ ഈ കാലത്ത് ഗൗരവമായി എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ തോന്നിയാസമെല്ലാം ഈ ഒരു കൊട്ടേഷൻ എടുത്തിട്ട് എന്ന പോലെ പറയുന്നു. അതിന് പിന്നാലെ കേരളത്തിലെ ഒരു പത്രം, ഒരു ചെറിയ പത്രം, ആ പത്രത്തിൽ തലയും വാലുമില്ലാതെ അച്ചടിച്ചു വരുന്നു. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമാണ്. ഇതൊരു കൊട്ടേഷൻ്റെ സ്വഭാവം ഇതിനകത്തുണ്ട്. അതല്ലാതെ ഇതിന് വേറൊന്നുമില്ല. അതായത് അന്തരീക്ഷത്തിൽ നിന്നൊരു സാധനം അങ്ങനെ ഉണ്ടാവുകയാണ്. പക്ഷേ ഇപ്പോൾ ഷിയാസ് ഉത്തരവാദിത്വത്തോടെ അതിനെ നിഷേധിക്കുന്നു, അതിനെ തള്ളിക്കളയുന്നു. അതൊക്കെ കൊള്ളാം. പക്ഷേ ഷിയാസ് പറയേണ്ട ഒരു കാര്യമുണ്ട്. ആരാണ് BRM ഷഫീർ, ആരാണ് ജിൻഡോ ജോൺ, ഇവരൊക്കെ ആരാണ്? അവരെല്ലാം ഈ തോന്നിയാസം പ്രചരിപ്പിക്കുന്നതിന് മുന്നിട്ടിറങ്ങിയവരാണ്. പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ BRM ഷഫീർ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ മുഖങ്ങളാണ്, നേതാക്കളാണ്.
ഇപ്പം ജിൻഡോയുടെയൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ഡലം തിരിച്ചുള്ള ചർച്ചകളിൽ വരുന്ന പേരുകളിൽ ഉൾപ്പെടുന്ന ആളാണ് ജിൻഡോ അത്ഭുതകരമാണ് കേട്ടോ. അതായത് ഈ ജിൻഡോ ജോൺ ആദ്യം വന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയത്തിൽ പോസ്റ്റ് ഇട്ടില്ലേ, അതെ, ഇതിനെതിരായിട്ട് ഞാൻ വിചാരിച്ചു അയ്യോ ആദർശ ധീരനായ ഒരു കോൺഗ്രസ് നേതാവാണ്. പിന്നീട് പക്ഷേ മൂപ്പരെ കാണുന്നത് അടിച്ചു. അപ്പോൾ അതാണ് ഇതിട്ട് അദ്ദേഹം ഇതിനകത്ത് വന്നിട്ട് ഈ പറഞ്ഞത് ഈ തോന്നിയാസം പ്രചരിപ്പിക്കാനായിട്ട് ഇതിനകത്തൊരു മര്യാദ വേണ്ടേ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നു, വല്ലാതെ ചർച്ച ചെയ്തു, മാധ്യമങ്ങളെല്ലാം കൂടി ഇങ്ങനെ ചർച്ച ചെയ്തു. അപ്പോൾ എന്നാൽ ശരി, ഇവിടെ ഇങ്ങനെ തിരിച്ചൊരു സാധനം ഉണ്ടാക്കിയേക്കാം എന്ന് തീരുമാനിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത് കേസും ഇതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്താണ്? അത് മറ്റൊരു തരത്തിലുള്ള സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത ഒരു സാഹചര്യമാണത്. അത് തെളിവുകളാണുള്ളത്, പുറത്ത് വന്ന തെളിവുകളുണ്ട്, വരാനിരിക്കുന്ന തെളിവുകളുണ്ട്. പിന്നെ കേരളത്തിലെ മുഴുവൻ മാധ്യമ സമൂഹത്തിനും കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ പരാതിക്ക് ആളില്ല എന്നുള്ളത് രക്ഷപ്പെടാമെന്ന് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതേണ്ടതില്ല. എല്ലാം ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അറിയാമെന്നുള്ളത് ഒരു വസ്തുതയായി നമുക്ക് മുന്നിലുണ്ട്. മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും അറിയാമെന്നുള്ളത് വസ്തുതയായി മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടാം എന്ന് വിചാരിക്കരുത്. അപ്പോൾ അതൊരു വസ്തുതയായി നമുക്ക് മുന്നിലുണ്ട്. ഇതങ്ങനെയാണോ? ഏതോ ഒരു ഐഡിയയിൽ നിന്ന് വ്യാജമായ ഒരു വാർത്ത ഉണ്ടാക്കുന്നു, എന്നിട്ടത് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ BRM ഷഫീറിനെ പോലെ ജിൻഡോയെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർ അത് ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. കാരണം ആർക്കെതിരെ ആയാലും ആ നിലയ്ക്ക് ഈ സോഷ്യൽ മീഡിയയിലെ സൈബർ ഗുണ്ടകളായി ഇവരെ പോലെയുള്ള നേതാക്കന്മാർ ഇറങ്ങിത്തിരിക്കരുത് എന്നുള്ളതാണ് അതിനകത്ത് ഒന്നാമത്തെ കാര്യം. അതിനിപ്പോൾ ഏത് പാർട്ടിയുടേതായാലും ഈ നിലയ്ക്ക് ആർക്കെങ്കിലും എതിരെ തെറ്റായ പ്രചാരണങ്ങൾ നടത്തരുത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ആർക്കൊക്കെ എതിരെയാണ് ഈ പ്രചാരണം നടത്തുന്നത് എന്നുള്ളത് ഓർക്കണം. തരക്കേടില്ലാത്ത പ്രകടനം നടത്തുന്നു എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു MLA-ക്കെതിരെ. അതല്ലെങ്കിൽ ഈ ഷൈൻ ടീച്ചറുടെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്, അതും നമ്മൾ പറയാതെ പോകരുത്. കാരണം ഈ പറവൂർ മികച്ച വിജയം നേടിയ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഷൈൻ ടീച്ചർ. പല ചർച്ചകളും നടക്കുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സീറ്റ് വെച്ച് മാറലും ആ നിലയ്ക്ക് മുന്നണിയിലെ ചർച്ചകളിൽ ആ നിലയ്ക്ക് ഒരുപക്ഷെ പറവൂരിലേക്ക് മത്സരിക്കാൻ ഷൈൻ ടീച്ചർ വരും എന്നൊക്കെ മറ്റുള്ള ചർച്ചകൾ, അതൊക്കെ ഏറിൽ നിൽക്കുന്ന ചർച്ചകളാണ്. ഈ പറഞ്ഞ പോലെ ഒരു ആധികാരികതയൊന്നുമില്ല. പക്ഷേ ആ സാധ്യതകൾ തേടി കൂടായികയില്ല. ഒരു തരക്കേടില്ലാത്ത മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി അത്തരം സാധ്യതകളും ആരാഞ്ഞു കൂടായികയില്ല. അപ്പോൾ ഇത്തരമൊക്കെ സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിലുള്ള എയറിൽ നിന്നുള്ള ഒരു ചർച്ച ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്ന് നേരെ വെളുത്തിട്ട് നമ്മുടെ റിസപ്ഷനിസ്റ്റിന് ഇരിക്കാൻ പറ്റിയിട്ടില്ല കോളുകൾ കാരണം. എന്താണ്? നിങ്ങൾ വാർത്ത കൊടുക്കുന്നില്ലേ, ചർച്ച ചെയ്യുന്നില്ലേ? അതാണ് ഈ കൊട്ടേഷൻ എന്ന് പറയുന്നത്. എന്ത് ചർച്ച ചെയ്യാനാണ് ഇതിനകത്ത്? എന്ത് ചർച്ച ചെയ്യാനാണ്? അപ്പോൾ ആ സാഹചര്യം അങ്ങനെ ആളുകളെ, നേതാക്കന്മാരെ അനാവശ്യമായി അങ്ങനെ ഈ പറയുന്നത് പോലെ തോന്നിയാസ ചർച്ചയ്ക്ക് ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല. ഇതിനകത്ത് ഒരു കാര്യമുള്ളത് ഹർഷ, അതായത് നമ്മൾ ഈ മാധ്യമ പ്രവർത്തകർ എന്നതിപ്പോൾ കുറേ ആൾ മാപ്രകൾ എന്നാണല്ലോ വിളിക്കുക. പ്രത്യേകിച്ചും ഈ സൈബർ പാർട്ടികളുടെ അണികളാണ് ഇങ്ങനെ വിളിക്കുക. CPM അണികളാണ് തുടങ്ങി വെച്ചത്. എന്നാലും ഇവരൊക്കെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ആളുകളാണ് എല്ലാവരും എടുത്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനം എന്നതിൻ്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന് കൂടെ ആളുകൾ മനസ്സിലാക്കേണ്ടതൊരു ഉത്തരവാദിത്തം കാണിക്കുന്നതിൻ്റെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇപ്പോൾ ഹർഷനും അറിയാം, എനിക്കും അറിയാം, ഇത് കാണുന്നവരിൽ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം അയാൾ ചെയ്തത് എന്താണെന്ന്. അതിൻ്റെ തെളിവുകൾ അവർ കണ്ടിട്ടുണ്ട്. പുറം ലോകം കാണുന്നതിനേക്കാൾ കൂടുതൽ തെളിവുകൾ കണ്ടിട്ടുണ്ട്. ഇയാളോടൊരു വ്യക്തി എന്ന നിലയിൽ അതികഠിനമായിട്ട് രോഷം തോന്നുന്ന തെളിവുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് ഇവർക്കാർക്കും ഈ പറയുന്നത് എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് പോകാൻ പറ്റുന്ന സംഗതിയല്ല. അതുകൊണ്ടാണല്ലോ അയാൾ മിണ്ടാത്തത്. അയാൾ ചോദിച്ചിട്ട് നിങ്ങളുടെ ശബ്ദം ചോദിച്ചിട്ട് മിണ്ടാത്തതും ഒരു മാനനഷ്ട കേസ് കൊടുക്കാത്തതൊക്കെ അതുകൊണ്ടാണല്ലോ. അതിൻ്റെ ആ വലുപ്പം എത്ര ഉണ്ടെന്ന് അയാൾക്കറിയാവുന്നതുകൊണ്ടാണല്ലോ. പക്ഷേ ആ കേസിലുള്ള ഒരൊറ്റ പെൺകുട്ടികളുടെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ത്രീകളുടെയോ പേരോ ഐഡൻറ്റിറ്റിയോ അന്തരീക്ഷത്തിലേ ഇല്ല. ഇത്ര വലിയ പ്രമാദമായ കേസായിട്ട് പോലും. ഹർഷന് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഇതാദ്യം വന്ന ദിവസം ഒരു യൂട്യൂബർ ഇതുമായി ഒരു ബന്ധവുമില്ലാത്തൊരു പെൺകുട്ടി മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നൊരു മാധ്യമപ്രവർത്തകരുടെ പേര് പറഞ്ഞ് ഈ ആൾ നല്ല റിപ്പോർട്ടറാണ്, ഇവർ ഇന്ന സ്ഥലത്താണ് ആദ്യം വർക്ക് ചെയ്തത്, പിന്നീട് ഇന്ന സ്ഥലത്തേക്ക് വർക്ക് ചെയ്തത് മറ്റൊരു വീഡിയോ തയ്യാറാക്കിയിട്ടു. ഈ ഗണത്തിൽപ്പെടുത്താവുന്ന ഷാജഹാന്റെ അതെ, ഒരു കാര്യവും ഈ റിപ്പോർട്ടർ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിനന്ദിക്കാനോ മറ്റോ ഇല്ലാത്തപ്പോൾ അവർ അഭിനന്ദിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടു. എന്തിനാണത്? പേര് പറഞ്ഞിട്ട്. പിന്നീട് അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തകയെ പേരൊന്ന് മാറ്റിയിട്ട് ഇയാൾ തന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. എന്തൊരു രോഗാതുര മനസ്സുള്ള ആളുകൾക്കാണത് പറ്റുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഈ ഷാജഹാൻ എങ്ങനെയാണ് ഇവർക്ക് ഇത് ആളുകൾക്ക് സാധിക്കാൻ പറ്റുന്നത്? അതായത് ഒരു കേസ് ഉണ്ടായാൽ ഉടനെ സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി വലിച്ചു പുറത്തേക്ക് ഇട്ടിട്ട് ആളുകൾ മുഴുവൻ ചീത്തനെ. ഇപ്പോൾ ലക്ഷ്മി പത്മയെ നോക്ക്, അവരവിടെ പോയിട്ട് കണ്ടിട്ട് ലക്ഷ്മി പത്മ വന്നിട്ട് പറഞ്ഞു, അതായത് ഇങ്ങനെയാണ് ഈ സംഭവം. ഇത് ഒരാൾ അവിടെ പോയിട്ട് ഈ കുട്ടിയോട് സംസാരിച്ച ആൾക്ക് ഇത് പുറം ലോകത്തോട് അങ്ങനെയല്ലാതെ പറയാതിരിക്കാൻ പറ്റില്ല. അത് നമുക്കറിയാലോ.
ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് മുഴുവൻ അറിയാമല്ലോ. അവരെ ലക്ഷ്മി പത്മയെ മുഴുവൻ സ്ഥലത്തും പരിഹസിക്കുകയും തെറിവിളിക്കുകയും ഒക്കെയാണ് ഇവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് സംഘടിതമായിട്ട് ആസൂത്രണം ചെയ്യുകയാണ്. അതുകൊണ്ട് സത്യമില്ലാതാവോ? അതെ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്ന് സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയായി മാറുന്നതാണോ അയാളും അയാളുടെ കൂട്ടരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാക്കാമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണോ ചെയ്തത് അത് തന്നെയല്ലേ ഈ ഷൈൻ ടീച്ചറോടക്കമുള്ള ആളുകളോട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മാധ്യമപ്രവർത്തകരോട് ചെയ്യുന്നത്? ഇതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രമം നടന്ന സ്ത്രീകളോടാണ്. അതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കാൻ വരുന്ന ആളുകൾ ഉപദ്രവിക്കുന്നത് സ്ത്രീകളെയാണ്. എന്ത് തരം കാര്യമാണിതെന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് ഷിയാസിൻ്റെ ഈ പ്രതികരണം കേട്ടപ്പോൾ അതിനകത്ത് വളരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടേ ഉള്ളൂ. പക്ഷേ അത് കേട്ടപ്പോൾ ആശ്വാസമായി. കാരണം ഈ രോഗാതുര മനസ്സുള്ള സൈബർ ആളുകൾക്ക് ഈ ശക്തി കൊടുക്കുന്ന വല്ല പ്രസ്താവനയാണ് വന്നതെങ്കിൽ എന്തായതിനെ സ്ഥിതി? ഇതിനേക്കാൾ രൂക്ഷമായി പോയേനെ. കേരളത്തിൽ ലീലാവതി ടീച്ചർ ആലോചിച്ച് നോക്കി, എത്ര പ്രായമുള്ള ആളാണ്, എന്തൊക്കെ ബഹുമാന്യമായിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന ആളാണ്. നിസ്സാരമായിട്ടുള്ള അതായത് ആർക്കാണ് പറയാതിരിക്കാൻ പറ്റുക? ചില കാര്യങ്ങൾ കണ്ടാൽ ആർക്കാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപദ്രവിച്ച ആ പെൺകുട്ടിയുടെ ഓഡിയോ കേട്ടാൽ, അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചിരിക്കുന്ന മെസ്സേജുകൾ കണ്ടാൽ, ആ ശബ്ദം കേട്ടാൽ ഈ നിലപാടേ ഏത് മനുഷ്യനെടുക്കാൻ പറ്റൂ? അത് KC വേണുഗോപാലിൻ്റെ ഭാര്യയാണെങ്കിലും ഈ നിലപാടേ എടുക്കാൻ പറ്റൂ. ഈ ഗാസയിൽ കൊല്ലപ്പെടുന്ന കുട്ടികളുടെ കാര്യം കണ്ടു കഴിഞ്ഞാൽ ഈ ലീലാവതി ടീച്ചർക്കല്ല ആർക്കും ഈ നിലപാടേ എടുക്കാൻ പറ്റൂ. പക്ഷേ അതിനും ചീത്ത വിളിക്കാൻ ആളുണ്ടാവുകയാണ് കേരളത്തിൽ. അതിനും ആളുണ്ടാവുകയാണ്. ഇത് നോക്കൂ, എവിടുന്നോ വന്നിരിക്കുകയാണ് ഒരു സംഗതി. ചുമ്മാ അങ്ങോട്ട് കയറിയിട്ട് ആളുകളെ അങ്ങ് പറയുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കോൺഗ്രസ് ആ നിലക്ക് തള്ളിക്കളഞ്ഞത് നന്നായി. BRM ഷഫീർ എൻ്റെ സുഹൃത്തായിരുന്ന ആളാണ്. എന്താണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്ന് തോന്നുകയാണ്. ജിൻഡോ ജോൺ ആദ്യത്തെ കാഴ്ചയിൽ അയ്യോ കൊള്ളാമല്ലോ എന്ന് തോന്നലുണ്ടാക്കിയ ഒരാളാണ്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഏത് ഗ്രേഡ് അശ്ലീലത്തെയും എവിടെയും പറയാം എന്നൊരു ആത്മവിശ്വാസമാണ് മുഖമില്ലാത്ത സൈബർ ഗുണ്ടകളുടേത്. BD സതീശിൻ്റെ പേജുകളിൽ കഴിഞ്ഞ 2 ആഴ്ചയായി പരിധികളില്ലാത്ത ഈ തെരുവിളി തുടരുന്നത് നാം കാണുന്നുണ്ട്. അതിപ്പോഴും നിലച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ KJ ഷൈൻ ടീച്ചർക്കെതിരെ കടുത്ത അപവാദ പ്രചാരണവും അശ്ലീല തെരുവിളിയും തുടങ്ങിയത്. പരിഷ്കൃത സമൂഹത്തിന് അപമാനമായ ഈ അധപ്പതിച്ച സമൂഹം ആരായാലും കണ്ടെത്തി നിയമത്തിന് മുന്നിലെത്തിക്കാൻ സംവിധാനങ്ങൾക്കാകണം. ഇടവേളയിലേക്ക്.